ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. പ്രമീസ് കിച്ചണിൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു 4 മണി പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല വളരെ ഈസിയുമാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇതുണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ചമ്മന്തിയോ ചട്നിയോ അല്ലെങ്കിൽ സോസോ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സ്നാക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. അരച്ചെടുത്ത ഉരുളക്കിഴങ്ങ് മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി ആയിരിക്കണം. തരികൾ ഒട്ടുമില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. പിന്നെ ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ്. 1 സ്പൂണ് ജീരകം ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 1 സ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1.5 സ്പൂണ് കുരുമുളകാണ്. കുരുമുളകും നമ്മളതുപോലെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്. ക്രഷ്ഡ് പെപ്പറാണ്. അത് 1.5 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് 1/2 സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ അരിപ്പൊടി എടുത്തുള്ള അതേ കപ്പ് കൊണ്ടാണ് 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കേണ്ട. നോക്കിയ ശേഷം മാത്രം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മാവ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ്. അതുകൊണ്ട് നോക്കിയ ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ അത്രയും നന്നായിട്ട് കുഴച്ച് കിട്ടും. അതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാവെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ചെടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ചായിട്ട് കുറേശ്ശെയായിട്ട് നോക്കിയ ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മാവും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുവോ അത്രത്തോളം നല്ലതായിട്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മാവ് നമ്മളൊന്ന് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂണിൽ നിന്ന് വിട്ട് വരുന്ന പരുവം ആവുന്നവരെ ആ രീതിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് കുറേശ്ശെ ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. 4 മണി പലഹാരം, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള 4 മണി പലഹാരം വളരെ ഈസി ആയിട്ട് നമ്മളിതേ ഉണ്ടാക്കിയെടുത്തു. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. അതിന് നമ്മൾ എങ്ങനെയാണോ നുള്ളിയിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഷേപ്പിൽ വരിക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മളൊരു 4 മണി പലഹാരം അതും ഉരുളക്കിഴങ്ങ് കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്നിയുടെ കൂടെയോ ചമ്മന്തിയോ അല്ലെങ്കിൽ സോസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.